വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ലിയോണ. ഇന്ന് നമ്മൾ HSA ഇംഗ്ലീഷിന്റെ മൊഡ്യൂൾ 3 ആയ പ്രോസ് ആൻഡ് ഫിക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകുമ്പം എങ്ങനെ ഇതിനെ അനലൈസ് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മാക്സിമം എന്തുമാത്രം കണ്ടന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മളൊന്ന് നോക്കി പോകുന്നതായിരിക്കും. അപ്പൊ പ്രോസ് ആൻഡ് ഫിക്ഷൻ എന്ന് പറയുന്നത് കുറെ നോവൽസ് ഒക്കെ വരുന്ന ഭാഗമാണ്. അപ്പം ഇത്രയും എല്ലാ നോവലും ഇരുന്ന് വായിച്ച് തിട്ടപ്പെടുത്താനൊന്നും നമുക്ക് ചിലപ്പം പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സമ്മറി വായിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ചാപ്റ്റർ വൈസ് ഇൻഡെപ്ത് അനാലിസിസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ചില നെറ്റ് പിക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. കൃത്യം ഇന്ന ക്യാരക്ടർ എന്താണ് ചെയ്തത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെയുള്ളത് മൊത്തം ടെക്സ്റ്റിനെ പറ്റി ഒരു ധാരണയുള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ നമ്മൾ ഇച്ചിരും കൂടെ സ്മാർട്ടായിട്ട് നമ്മൾ അനാലിസിസുകൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓരോ ചാപ്റ്റർ വൈസ് അനാലിസിസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Where does most of the action in the novel The Bluest Eye take place? Where does most of the action in the novel The Bluest Eye take place? ഇപ്പോൾ Bluest Eye എന്ന് പറയുന്ന നോവൽ നമുക്കറിയാം HSAയുടെ മൊഡ്യൂളിലുള്ളതാണ്, പ്രോസ് ആൻഡ് ഫിക്ഷനിലുള്ളതാണ്. അപ്പം മോസ്റ്റ് ഓഫ് ദി ആക്ഷൻ നോവലിൻ്റെ അകത്ത് നടക്കുന്ന മോസ്റ്റ് ഓഫ് ദി ആക്ഷൻ എവിടെ വെച്ചാണ് ഒക്കർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നോവലിന്റെ സെറ്റിംഗ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ദ സെറ്റിംഗ് ഓഫ് ദ നോവൽ എന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ വി ഹാവ് 4 ഓപ്ഷൻസ്: പ്രിൻസ്റ്റൺ, കെൻടക്കി, മാക്കൻ ജോർജിയ, ക്രോസ്വിൽ ടെനസെ, ലൊറൈൻ ഒഹായോ. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് ലൊറൈൻ ഒഹായോ എന്ന് പറയുന്ന സ്ഥലത്താണ് ദ ബ്ലൂവസ്റ്റ് ഐ എന്ന് പറയുന്ന നോവലിന്റെ സെറ്റിംഗ്. ഓക്കെ, നമുക്ക് ഏത് നോവൽ പഠിക്കുമ്പോഴും, നമ്മളിപ്പോൾ ഏത് ഷോർട്ട് സ്റ്റോറി പഠിക്കുമ്പോഴും എല്ലാത്തിനും ഒരു പ്രിമൈസ് കാണും, ഇത് നടക്കുന്ന ഒരു സ്ഥലം കാണും. സെറ്റിംഗ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ ഏത് വർക്കിൻ്റെ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സെറ്റിംഗ് എവിടെയാണ്. ഇപ്പം ചിലപ്പോൾ ഒരു ഫിക്ഷണൽ സെറ്റിംഗ് ആയിരിക്കും അല്ലേ. ഫിക്ഷണൽ സെറ്റിങ്സ് വരുന്ന എത്രയോ വർക്ക്സ് നമുക്കറിയാം അല്ലേ, ഫിക്ഷണൽ സെറ്റിങ്സ്. ചിലപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്ന സെറ്റിങ്സും ആവാം, ഓൾറെഡി റിയൽ ലൈഫ് സെറ്റിങ്സും ആകാം. ഓക്കെ, അതുകൊണ്ട് എന്ത് നോവൽ പഠിച്ചാലും അതിൻ്റെ സെറ്റിങ്സ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനിയും ബ്ലൂവസ്റ്റ് ഐ എന്ന് പറയുന്ന നോവലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നമുക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഒന്ന് ബ്ലൂവസ്റ്റ് ഐയെ പറ്റി ഒന്ന് റിഫ്രഷ് ചെയ്യും അല്ലെ. ബ്ലൂവസ്റ്റ് ഐ നോവൽ എന്താണ്, അല്ലെങ്കിൽ അത് എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്, എങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ PYQ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് ഈ ഓപ്ഷൻസ് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പം ബ്ലൂവസ്റ്റ് ഐയെ പറ്റിയുള്ള ക്യാരക്ടേഴ്സ്, അതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സും എന്താണ് ചെയ്യുന്നത്, അവരുടെ ഒരു ക്യാരക്ടർ അനാലിസിസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് വായിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യാൻ പറ്റും, പാറ്റേണും മനസ്സിലാകും. എന്നാൽ അതിനോടൊപ്പം ഈ ഒരു നോവലിൻ്റെയോ അല്ലെങ്കിൽ ഓരോ പ്ലേയുടെയോ ഡ്രാമയുടെയോ ഒക്കെ ഡീറ്റെയിൽസ് നമുക്കൊന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ബ്ലൂവസ്റ്റ് ഐയെ പറ്റി നോക്കാം. This is the first novel written by Toni Morrison in 1970. ടോണി മോറിസൺ എഴുതിയിട്ടുള്ള 1970 നോവലാണ് ബ്ലൂവസ്റ്റ് ഐ. ഇത് ആളുടെ ഫസ്റ്റ് നോവലാണ്. ഓക്കെ, ഫസ്റ്റ് നോവലാണ്. അപ്പൊ ഇതിന്റെ സെറ്റിംഗ് എവിടെയാണെന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ലൊറൈൻ ഒഹായോ, ഇതാണ് ഇതിന്റെ സെറ്റിംഗ്. ലൊറൈൻ ഒഹായോയിലാണ് ബ്ലൂവസ്റ്റ് ഐയുടെ സെറ്റിംഗ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ കഥ, എന്താണ് ബ്ലൂവസ്റ്റ് ഐ എന്ന് പറയുന്ന കഥ? ഓക്കെ, ഇറ്റ് ഇസ് എ സ്റ്റോറി ഓഫ് പെക്കോള എന്ന് പറയുന്ന ഒരു യങ് ആഫ്രിക്കൻ അമേരിക്കൻ ഗേൾ, ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള പെക്കോള എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയാണിത്. ഓക്കെ, അപ്പം പോസ്റ്റ് ഗ്രേറ്റ് ഡിപ്രഷനുള്ള കഥയാണ്. പോസ്റ്റ് ഗ്രേറ്റ് ഡിപ്രഷൻ, അതിൻ്റെ അർത്ഥം എന്താണ്? പോസ്റ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ പോസ്റ്റ് ട്രൂത്ത്, അതായത് ട്രൂത്തും കഴിഞ്ഞ്, ബിയോണ്ട് എന്നുള്ളൊരു അർത്ഥമായിട്ട് വരുന്നത്. ബിയോണ്ട് അല്ലെങ്കിൽ അതും കഴിഞ്ഞ്, ഓക്കെ, ഒരു സാധനവും കഴിഞ്ഞുള്ള ഒരു
പീരിയഡ്. ഓക്കെ, അപ്പൊ ഇവിടെ പോസ്റ്റ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേനും ഗ്രേറ്റ് ഡിപ്രഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് ആഫ്രിക്കൻ അമേരിക്കൻ ആയ പെക്കോള എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ദ ബ്ലൂവസ്റ്റ് ഐസ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ബ്ലൂവസ്റ്റ് ഐ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വന്നത്? അതാണ് നമുക്ക് ഈ സെന്റൻസ് വായിച്ചാൽ മനസ്സിലാവുന്നത്. Highlights the deep impact of social beauty standards since Pecola believed she would become beautiful after getting blue eyes. ഓക്കെ, അപ്പം ഈ സോഷ്യൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്, കൺവെൻഷനൽ ആയിട്ടുള്ള സോഷ്യൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒരുപാട് ആരുടെ കോൺഫിഡൻസിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്? പെക്കോളയുടെ കോൺഫിഡൻസിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പെക്കോള വിശ്വസിച്ചിരുന്ന എന്താണ്? ആൾക്ക് ബ്ലൂ ഐസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാകും എന്നാണ് ആള് വിശ്വസിച്ചിരുന്നത്. ഓക്കെ, ബ്ലൂ ഐസ് കിട്ടിയാൽ ഇതെല്ലാം ശരിയാകുമെന്നാണ് പെക്കോള വിശ്വസിച്ചിരുന്നത്. ഇന്റേണലൈസ്ഡ് റേസിസം, റേഷ്യൽ ആൻഡ് ജെൻഡർ ബേസ്ഡ് ഒപ്രഷൻ, വയലൻസ് ആർ ഓൾ ഇമ്പോർട്ടൻറ്റ് തീംസ് ഇൻ ദിസ് വർക്ക്. അപ്പൊ ഈ വർക്കിന്റെ ഇമ്പോർട്ടൻറ്റ് തീംസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഇന്റേണലൈസ്ഡ് ആയിട്ടുള്ള റേസിസം, റേഷ്യൽ ആയിട്ടും ജെൻഡർ ബേസ്ഡും ആയിട്ടുള്ള ഒപ്രഷൻ. ഓക്കെ, ഇത്രയും തീംസ്, വയലൻസ്, ഇത്രയും തീംസ് ആണ് ബ്ലൂവസ്റ്റ് ഐ എന്ന് പറയുന്ന ടോണി മോറിസന്റെ 1970 വർക്കിൽ വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇത്? ആദ്യത്തെ ടോണി മോറിസന്റെ ഡെബ്യൂ നോവൽ എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ ഫസ്റ്റ് നോവലാണ് ടോണി മോറിസന്റെ. ഓക്കെ, ദിസ് എ വെരി ഫേമസ് വർക്ക്. അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ട് ബ്ലൂവസ്റ്റ് ഐ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനായിട്ട്, നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു ബേബി കൊച്ചമ്മ ആൻഡ് കൊച്ചുമരിയ ഹാവ് ഇൻ കോമൺ? ബേബി കൊച്ചമ്മയ്ക്കും കൊച്ചുമരിയയ്ക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ഓക്കെ, അപ്പൊ ബേബി കൊച്ചമ്മയും കൊച്ചുമരിയയും കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇത് ഏത് വർക്കാണെന്നുള്ളത്, അല്ലെ? നമ്മൾ വായിച്ചു തഴമ്പിച്ച 2 ക്യാരക്ടേഴ്സിന്റെ പേരാണ്. അപ്പം ഇത് ആരുടെ വർക്കാണ്? അരുന്ധതി റോയുടെ The God of Small Things, അല്ലേ? The God of Small Things. ഇതിന്റെ മലയാളം പേരെന്താണ്? ചെറിയ കാര്യങ്ങളുടെ ഒടയ തമ്പുരാൻ. ഓക്കെ, അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അതിൽ വരുന്ന 2 ക്യാരക്ടേഴ്സ് ആണ് ബേബി കൊച്ചമ്മയും കൊച്ചുമരിയും, അല്ലെ? അപ്പൊ ഈ ബേബി കൊച്ചമ്മയും കൊച്ചുമരിയും തമ്മിലുള്ള കോമണാലിറ്റി എന്താണ്? കോമൺ പോയിന്റ് എന്താണ് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്? 4 ഓപ്ഷൻ ഉണ്ട്. ദേ ബോത്ത് ഹേറ്റ് ദ ട്വിൻസ്. ട്വിൻസ് എന്ന് പറയുന്നത് ആരാണ്? ഈ റാഹേലും എസ്തറും, അല്ലെ? ഈ കഥ റിവോൾവ് ചെയ്യുന്നത് തന്നെ ഈ ട്വിൻസിന്റെ ലൈഫ് വെച്ചിട്ടാണ്, അല്ലെ? They both live sedentary lives and watch television. They both have stolen jewels from the family safe. They are both Mamachi's daughters. Okay, അപ്പൊ ഇത്രയാണ്. അപ്പൊ ഇവരുടെ കോമൺ പോയിന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് they both live sedentary lives and watch television. Sedentary lives എന്ന് വെച്ചാൽ എന്താണ്? sedentary എന്നുള്ള വാക്കിനർത്ഥം എന്താണ്? എപ്പോഴും അനങ്ങാതിരിക്കുക, ലേസി ആയിട്ടിരിക്കുക, അതാണ് സെഡൻഡറി. ഇപ്പം സ്ലോത്തുകളെ സെഡൻഡറി എന്ന് പറയത്തില്ലേ? സ്ലോത്തിഷ് ആയിട്ടുള്ള ഒരു ലൈഫിനെയാണ് സെഡൻഡറി എന്ന് പറയുന്നത്. അപ്പൊ അവർ സെഡൻഡറി ആയിട്ടുള്ള ജീവിതം നയിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ടെലിവിഷൻ കാണുകയും ചെയ്യുന്നു. ഇത് രണ്ടും ബേബി കൊച്ചമ്മയും കൊച്ചുമരിയും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇവര് തമ്മിലുള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്, കോമൺ ബിഹേവിയർ ഇതാണ്. ഓക്കെ, നമുക്കിനിയും ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നേ ദേ ആർ ബോത്ത് മാമച്ചീസ് ഡോട്ടേഴ്സ് എന്ന് പറഞ്ഞല്ലോ. ശരിക്കും മാമച്ചിയുടെ മക്കളുടെ പേര് ചാക്കോ എന്നും അമ്മു എന്നാണ്. ഓക്കെ, ചാക്കോ എന്നും അമ്മു എന്നുമാണ്. ഓക്കെ, ഈ അമ്മു എന്ന് പറയുന്ന ആളാരാണ്? ഈ ട്വിൻസിന്റെ അമ്മ. ഓക്കെ, കഥ നമുക്ക് കുറച്ച് അറിയാം. നമുക്ക് എന്നാലും ജസ്റ്റ് ഒന്ന് ആ കഥയുടെ ചെറിയൊരു സമ്മറി നോക്കാം. The God of Small Things. Baby Kochumma and Kochumariya are both characters in the novel The God of Small Things by Arundhati Roy. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. The novel is set in the fictional town of Ayamanam, Kerala. So ഞാൻ നേരത്തെ പറഞ്ഞു സെറ്റിങ്സ് വരുമ്പം ഫിക്ഷണൽ സെറ്റിങ്സ് വരാം, അല്ലെങ്കിൽ റിയൽ സെറ്റിങ്ങും വരാം, അല്ലെ? നമ്മൾ ആദ്യം ബ്ലൂവസ്റ്റ് ആയിട്ട് സെറ്റിംഗ് നമ്മൾ കണ്ടല്ലോ, ഒഹായോ ആയിരുന്നു. ഇവിടെ ഫിക്ഷണൽ ടൗൺ ആയ അയമനം എന്ന് പറയുന്ന ടൗൺ ആണ് ഈ നോവലിന്റെ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, റാഹേൽ ആൻഡ് എസ്ത. അപ്പൊ നമ്മുടെ
ട്വിൻസിന്റെ പേരാണ് റാഹേലും എസ്തേം. ഓക്കെ, ട്വിൻസിന്റെ പേരാണ്, ഫ്രട്ടേണൽ ട്വിൻസ് ആണ് റാഹേലും എസ്തേം. സോ ദേ ആർ ദ വൺസ് ഹു നറേറ്റ് ദ സ്റ്റോറി. ഈ കഥ പറയുന്നത് ആരാണ്? റാഹേലും എസ്തേം ആണ്. അമ്മു എന്ന് പറയുന്നത് ഈ റാഹേലിന്റെയും എസ്തേയുടെയും അമ്മയാണ്. സോ ഇറ്റ്സ് ദെയർ മദർ, റെബല്ലിയസ് ആൻഡ് ഇൻഡിപെൻഡന്റ് വുമൻ ഹു ഡിഫൈസ് സൊസൈറ്റൽ നോംസ്. ഓക്കെ, ആള് ഭയങ്കര റെബല്ലിയസ് ആണ്, വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളുമാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റൽ നോംസിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ്, ഒരു ക്യാരക്ടറായിട്ടാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ അമ്മു വരുന്നത്. The novel follows the lives of the Ipe family. ഓക്കെ, അപ്പൊ ഇവരെല്ലാരും ഉൾപ്പെടുന്ന ഈ ഫാമിലി നെയിം എന്താണ്? ഐപ്പ് ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. പബ്ലിഷ്ഡ് ഇൻ 1997 ആൻഡ് റിസീവ്ഡ് ബുക്കർ പ്രൈസ് ദ സെയിം ഇയർ. അപ്പം 1997 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബുക്കർ പ്രൈസും കിട്ടിയത് 1997. സോ ദാറ്റ് ഇസ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ബൈ അരുന്ധതി റോയ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുന്നേ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. ഇത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു. അപ്പൊ ഇത് അത്യാവശ്യം വലിയൊരു നോവലാണല്ലോ, അപ്പം ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞു പോവാം. നവമി ഐപ്പ്, ഓൾസോ നോൺ ആസ് ബേബി കൊച്ചമ്മ, വാസ് പാപ്പച്ചീസ് യങ്ങർ സിസ്റ്റർ. ഓക്കെ, അപ്പൊ ബേബി കൊച്ചമ്മ ആരാണ് ശരിക്കും? ബേബി കൊച്ചമ്മ എന്ന് പറയുന്ന ആളുടെ ശരിക്കുള്ള പേര് നവമി ഐപ്പ് എന്നാണ്. നവമി ഐപ്പ് എന്നാണ്. ഓക്കെ, ഇത് ആരാണ്? പാപ്പച്ചി എന്ന് പറയുന്ന ആളുടെ യങ്ങർ സിസ്റ്റർ ആണ്. ഓക്കെ, പാപ്പച്ചി എന്ന് പറയുന്നത് ആരുടെ അപ്പനാണ്? ചാക്കോയുടെയും അമ്മുവിന്റെയും അപ്പനാണ് പാപ്പച്ചി. അപ്പൊ ഈ പറയുന്ന പാപ്പച്ചിയുടെ സിസ്റ്റർ ആണ് ബേബി കൊച്ചമ്മ അല്ലെങ്കിൽ നവമി ഐപ്പ്. അപ്പം നവമി ഐപ്പിന് ഫാദർ മുള്ളികനോട്, ഒരു അച്ഛനായ മുള്ളികൻ എന്ന് പേരുള്ള അച്ഛനോട് ഭയങ്കര പ്രേമമായിരുന്നു. when she was young. Okay, she transforms into a bitter and envious woman driven by self-preservation who hates Ammu and the twins. അപ്പം ഈ ഇങ്ങനൊരു കാര്യം ഈ യൂത്തിൽ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആള് ഭയങ്കര ബിറ്റർ ആയിട്ടും ഭയങ്കര ഇങ്ങനെ കുശുമ്പൊക്കെയുള്ള ഒരു സ്ത്രീയായിട്ട് മാറുകയാണ്. ആൻഡ് ബേബി കൊച്ചമ്മ ഡസ് നോട്ട് ലൈക്ക് അമ്മു ആൻഡ് her twins one bit. Okay, in her later years she spent her days engrossed in television. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ബേബി കൊച്ചമ്മയും കൊച്ചുമരിയും കൂടെ എന്താണ് ചെയ്യുന്നതെന്നല്ലേ? they are very sedentary and they watch television all the time. അപ്പൊ എപ്പോഴും TV കണ്ടുകൊണ്ടിരിക്കുന്നു. while neglecting her surroundings, allowing her home to deteriorate. ഓക്കെ, അപ്പം ആൾക്ക് ഒരു ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ TV കാണാൻ തുടങ്ങിയതിനു ശേഷം പുള്ളിക്കാരി ഈ ഗാർഡനിലെ കാര്യങ്ങളൊന്നും നോക്കാറില്ലായിരുന്നു. കൊച്ചുമരിയ ഇസ് ദ കുക്ക് ഓഫ് ദി ഐപ്പ് ഫാമിലി. അപ്പൊ ഐപ്പ് ഫാമിലിയുടെ കുക്കാണ് കൊച്ചുമരിയ. ഓക്കെ, കൊച്ചുമരിയ ഐപ്പ് ഫാമിലിയുടെ കുക്കാണ്. ബേബി കൊച്ചമ്മ ആരാ? പാപ്പച്ചിയുടെ സിസ്റ്റർ ആണ്. an extremely short bad tempered woman who comes to share in ബേബി കൊച്ചമ്മ's TV addiction. അപ്പൊ ബേബി കൊച്ചമ്മയുടെ TV addiction ഉള്ള മറ്റൊരാൾ ആരാണ്? കൊച്ചുമരിയ. ഓക്കെ, കൊച്ചുമരിയാണ് മറ്റൊരാള്. അടുത്ത ക്വസ്റ്റ്യൻ, ബൈ പ്രൊഫഷൻ ദ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് റൂട്ട്സ് ആൻഡ് ഷാഡോസ് ഇൻഡോ ഇസ് എ ഓർ ആൻ ഡാഷ്. ഓക്കെ, റൂട്ട്സ് ആൻഡ് ഷാഡോ എന്ന് പറയുന്ന വർക്കിലെ ഇന്ദു എന്ന് പറയുന്ന പ്രൊട്ടഗോണിസ്റ്റിന്റെ പ്രൊഫഷൻ എന്താണ് ആളുടെ ജോലി? ഓക്കെ, ഡോക്ടർ, അഡ്വക്കേറ്റ്, ജേർണലിസ്റ്റ്, ടീച്ചർ. 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. റൂട്ട്സ് ആൻഡ് ഷാഡോയിലെ ഇന്ദു എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ജേർണലിസ്റ്റ് ആണ് അല്ലെ? നമുക്ക് റൂട്ട്സ് ആൻഡ് ഷാഡോസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. റിട്ടൺ ബൈ ശശി ദേശ്പാണ്ഡെ. ശശി ദേശ്പാണ്ഡെയുടെ 1983 വർക്കാണ് എന്ത്? റൂട്ട്സ് ആൻഡ് ഷാഡോസ്. തീംസ് ഓഫ് ട്രഡീഷൻ, ഫാമിലി ലൈഫ്, മാരേജ്, പേട്രിയാർക്കി ആൻഡ് ഡൊമസ്റ്റിക് അബ്യൂസ്. മെയിനായിട്ട് വരുന്ന തീംസ് ഏതൊക്കെയാണ്? ട്രഡീഷന്റെ തീം വരുന്നുണ്ട്, ഫാമിലി ലൈഫ്, മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, പേട്രിയാർക്കി, പിന്നെ ഡൊമസ്റ്റിക് അബ്യൂസ്. ഇത്രയാണ് റൂട്ട്സ് ആൻഡ് ഷാഡോസ് തീമായിട്ട്, മെയിൻ തീംസ് ആയിട്ട് വരുന്നത്. ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് ദ ഫീമെയിൽ പ്രൊട്ടഗോണിസ്റ്റ് ഇന്ദു ആൻഡ് ഹെർ റിലേഷൻഷിപ്സ് വിത്ത് ദ ഫാമിലി. ഇപ്പൊ ഇന്ദു എന്ന് പറയുന്ന ഈ പ്രൊട്ടഗോണിസ്റ്റും ഈ പ്രൊട്ടഗോണിസ്റ്റിനെ പറ്റിയും ഈ പ്രൊട്ടഗോണിസ്റ്റിന് അവളുടെ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ പറ്റിയും ഈ ആള് പേട്രിയാർക്കൽ നോംസിനെ എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് കഥ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇന്ദു എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡിന്റെ പേരാണ് ജയന്ത്. ഓക്കെ, ഇന്ദു എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡിന്റെ പേര് ജയന്ത്. ഇതാണ് റൂട്ട്സ് ആൻഡ് ഷാഡോസ് ബൈ ശശി ദേശ്പാണ്ഡെ. ഓക്കെ, ഹൂ ഈസ് സാന്റിയാഗോസ് ഹീറോ? അപ്പൊ സാന്റിയാഗോ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്ന ഏത് വർക്കിലാണ്? മൊഡ്യൂൾ 3 പ്രോസ് ആൻഡ് ഫിക്ഷനിൽ വരുന്ന ഏത് വർക്കിലാണ് സാന്റിയാഗോ വരുന്നത്? ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ.
ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്ന ഹെമ്മിങ്വേയുടെ വർക്കിലാണ് സാന്റിയാഗോ വരുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ വരണ്ട. ഓൾഡ് മാൻ ആൻഡ് ദ സീ. അപ്പം സാന്റിയാഗോയുടെ, ഈ പറയുന്ന സാന്റിയാഗോയുടെ ഹീറോ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഫിഡൽ കാസ്ട്രോ, ഡിക് സിസ്ലർ, ഹാരി ട്രൂമൻ, ജോ ഡിമാജിയോ. ഓക്കെ, ജോ ഡിമാജിയോ. ആൻസർ വരുന്നത് ജോ ഡിമാജിയോ ആണ്. ഓക്കെ, ജോ ഡിമാജിയോ ആണ് ആൻസർ വരുന്നത്. ആളൊരു യാങ്കീസ് പ്ലെയർ ആയിരുന്നു. ഓക്കെ, യാങ്കീസ് പ്ലെയർ ആയിരുന്നു ജോ ഡിമാജിയോ. അതുമ്പോൾ നമുക്ക് ഓൾഡ് മാൻ ആൻഡ് ദ സീയെ പറ്റി ചെറിയൊരു ഷോർട്ട് സമ്മറി നമുക്ക് നോക്കാം. അത് നമുക്ക് കാണാൻ പറ്റും. written by Ernest Hemingway in 1952. 1952 Ernest Hemingway എഴുതിയ വർക്കാണ് The Old Man and the Sea. An old Cuban fisherman, Santiago. ക്യൂബൻ ആയിട്ടുള്ള ഒരു ഫിഷർമാൻ ആയിരുന്നു സാന്റിയാഗോ. He struggles with a long streak of bad luck. Determined to break the cycle, he sets out on a perilous fishing trip. അപ്പം മീനെ ഒന്നും കിട്ടാതെ ഭയങ്കര ബാഡ് ലക്കിൽ ഇങ്ങനെ ഇരിക്കുമ്പം ആളിങ്ങനെ ഒരു ഫിഷിംഗ് ട്രിപ്പിന് ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ, ആ ബാഡ് ലക്കിന്റെ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മീൻ പിടിക്കാൻ പോകും. ആഫ്റ്റർ ഡേയ്സ് ഓഫ് ബാറ്റ്ലിംഗ് എ മാസീവ് മർലിൻ എന്ന് പറയുന്ന ഒരു മീനാട്ടോ, മാസീവ് മർലിൻ, ഹി ഫൈനലി ക്യാച്ചസ് ഇറ്റ്. അപ്പൊ ഈ മീനെ പുള്ളി പിടിക്കും. പക്ഷെ ഈ മീനെ പിടിച്ചോണ്ട് പോകുമ്പോഴത്തേനും ഷാർക്സ് അറ്റാക്ക് ആൻഡ് ഡിവോർ ഹിസ് പ്രൈസ് ക്യാച്ച്, ലീവിങ് ഓൺലി ദ സ്കെലറ്റൻ. അപ്പം ഈ മർലിനെ ഈ ഷാർക്സ് പിടിച്ച് തിന്നും. സാന്റിയാഗോ ഇസ് ഫിസിക്കലി എക്സോസ്റ്റഡ് ബട്ട് സ്പിരിച്വലി അൺബ്രോക്കൺ. ഫിസിക്കലി എക്സോസ്റ്റഡ് ആണെങ്കിലും ആള് സ്പിരിച്വലി അൺബ്രോക്കൺ ആണ്. അപ്പൊ ദാറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് റെസിലിയൻസ്. റെസിലിയൻസിന്റെ സിമ്പിളും ഇൻഡോമിറ്റബിൾ ഹ്യൂമൻ സ്പിരിറ്റ്. അപ്പൊ ഇതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് സാന്റിയാഗോ എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിൽ വരുന്നത്. ഓക്കെ, ഹി ഈസ് എ ക്യൂബൻ ഫിഷർമൻ. അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ മീനൊന്നും കിട്ടാതെ വന്നപ്പോഴത്തേനും പുള്ളി എന്ത് ചെയ്യും, പുള്ളി ഇങ്ങനെ ഇനി മീനെ പിടിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാഡ് ലക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പുള്ളി പോകും. പുള്ളിക്ക് മാർലിനെ കിട്ടും, പക്ഷെ അത് ഷാർക്സ് പിടിച്ച് തിന്നും. പക്ഷെ ഹി ഈസ് വെരി ഫിസിക്കലി എക്സോസ്റ്റഡ്, പക്ഷെ സ്പിരിച്വലി ഭയങ്കര അൺബ്രോക്കൺ ആണ്. ഓക്കെ, ഡിമാജിയോ നെവർ അപ്പിയേഴ്സ് ഇൻ ദ നോവൽ. ഇപ്പൊ നമ്മൾ സാന്റിയാഗോയുടെ ഹീറോ എന്ന് പറഞ്ഞ ഡിമാജിയോ ഒരിക്കലും ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. മെൻഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഡിമാജിയോ ആയിട്ട് ക്യാരക്ടർ പ്രസൻസ് നടത്തുന്നില്ല. സാന്റിയാഗോ admires DiMaggio as a paragon of strength and dedication. Whenever Santiago doubts his own abilities, he recalls DiMaggio's unwavering spirit. അപ്പം ഡിമാജിയോയുടെ അൺവേവറിംഗ് സ്പിരിറ്റ് ആണ് ആർക്ക് അഡ്മിറേഷൻ ഉണ്ടാക്കിയത്, സാന്റിയാഗോയ്ക്ക്. ഓക്കെ, ഡിസ്പൈറ്റ് സഫറിംഗ് ഫ്രം എ പെയിൻഫുൾ ബോൺ സ്പർ ദാറ്റ് വുഡ് ഹാവ് സൈഡ്ലൈൻ മെനി അത്ലീറ്റ്സ്, ഡിമാജിയോ പെർസീവ്ഡ് ആൻഡ് അച്ചീവ്ഡ് എ റിമാർക്കബിൾ കരിയർ. അപ്പോൾ ഈ ഡിമാജിയോ എന്ന് പറയുന്ന ഈ പ്ലെയറിന് ഒരു പെയിൻഫുൾ ബോൺ സ്പർ ഉണ്ടായി. ഓക്കെ, അതെന്ന് വെച്ചാൽ കാലിലുണ്ടാകുന്ന ഒരു ഗ്രോത്ത് ആണ്. ഓക്കെ, അതൊരു സൈസ് ഓഫ് ഗ്രോത്ത് ആണ് ഹീൽസിൽ ഉണ്ടാകുന്നത്. അപ്പം അത് വെച്ചിട്ട് ഗെയിംസ് കളിക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, പക്ഷെ ഡിമാജിയോ ഈ പെയിൻഫുൾ ബോൺ സ്പർ വെച്ചിട്ടും എന്ത് ചെയ്തു, ഒരു റിമാർക്കബിൾ കരിയർ ഉണ്ടാക്കി. ഹി പ്ലേഡ് സെന്റർ ഫീൽഡ് ഫോർ ദ ന്യൂയോർക്ക് യാങ്കീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു യാങ്കീസ് പ്ലെയർ ആയിരുന്നു ഫ്രം 1936 to 1951 ആൻഡ് ഇസ് ഹൈലി റിഗാർഡഡ് ആസ് ദി ഗ്രേറ്റസ്റ്റ് ഓൾ റൗണ്ട് സെന്റർ ഫീൽഡർ ഇൻ ദ ബേസ്ബോൾ ഹിസ്റ്ററി. അപ്പോൾ ബേസ്ബോളിലെ ന്യൂയോർക്ക് യാങ്കിയിൽ നിന്ന് ഗെയിം കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഡിമാജിയോ. സാന്റിയാഗോയുടെ ഹീറോ ആയിട്ട് പറയുന്നതും ഡിമാജിയെ പറ്റിയാണ്. ഓക്കെ, that is The Old Man and the Sea. First question, with whom does Napoleon play cards at the end of the novel Animal Farm? Animal Farm എന്ന് പറയുന്ന നോവലിന്റെ അവസാനം നെപ്പോളിയൻ ആരുടെ കൂടെയാണ് കാർഡ്സ് പ്ലേ ചെയ്യുന്നത്? ഓപ്ഷൻ 1 മിസ്റ്റർ ഫ്രെഡറിക്, ബി മിസ്റ്റർ പിൽക്കിൻടൺ, സി മിസ്റ്റർ ജോൺസ്, ഡി മിസ്റ്റർ വിൽച്ചർ. ഓക്കെ, ആനിമൽ ഫാം എന്ന് പറയുന്ന നോവൽ ആരെഴുതിയതാണ്? ആരുടെ നോവൽ അത്? ജോർജ് ഓർവെലിന്റെ നോവലാണ്. ജോർജ് ഓർവെലിന്റെ നോവലാണ്. ഇതൊരു ഡിസ്റ്റോപ്പിയൻ നോവലാട്ടോ, ഇതൊരു ഡിസ്റ്റോപ്പിയൻ നോവൽ. അപ്പം അവസാനം ഇപ്പൊ നോവലിന്റെ എൻഡിങ്ങിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ആനിമൽ ഫാമിന്റെ എൻഡിങ്ങില് നെപ്പോളിയൻ ആരുമായിട്ടാണ് കാർഡ്സ് കളിക്കുന്നത്? സോ ദി ഓപ്ഷൻ ഇസ് ബി മിസ്റ്റർ പിൽക്കിങ്ടൺ. പിൽക്കിങ്ടണുമായിട്ടാണ് നെപ്പോളിയൻ കാർഡ്സ് കളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ചെറിയൊരു സമ്മറി നോക്കാം. ആനിമൽ ഫാമിന്റെ written by George Orwell in 1945. 1945 ജോർജ് ഓവൽ എഴുതിയ വർക്കാണ് ആനിമൽ ഫാം. A group of animals on a farm
മാനർ. ഓക്കെ, അപ്പൊ ഈ ഫാമിന്റെ പേരാണ് മാനർ ഫാം എന്നാണ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഇൻ മാനർ ഫാം റെബൽ അഗൈൻസ്റ്റ് ദർ ഹ്യൂമൻ ഫാർമർ മിസ്റ്റർ ജോൺസ്. അപ്പൊ ഈ മാനർ ഫാമിന്റെ ഉടമസ്ഥനാണ് മിസ്റ്റർ ജോൺസ്. ഓക്കെ, അപ്പൊ അവിടുത്തെ ആനിമൽസ് ഈ പുള്ളിയോട് റിവോൾട്ട് ചെയ്യും. കാരണം പ്രോപ്പറായിട്ട് ഭക്ഷണം കിട്ടുന്നില്ല, ഇവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അവരൊരു റിവോൾട്ട് ഉണ്ടാക്കും. ഡ്രീമിങ് ഓഫ് എ സൊസൈറ്റി വെയർ ആനിമൽസ് ഗവൺ ദംസെൽസ്. ഓക്കെ, അപ്പം ആനിമൽസ് തന്നെ നോക്കുന്ന ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യുന്നതാണ് ഈ ആനിമൽസിന്റെ ഡ്രീം. ഓക്കെ, ലെഡ് ബൈ ദ കരിസ്മാറ്റിക് പിഗ്സ്. അപ്പൊ പിഗ്സ് ആണ് ഇവരുടെ ലീഡേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ആനിമൽസിന്റെ ലീഡേഴ്സ് ആയിട്ട് വരുന്നത് പിഗ്സ് ആണ്. ദേ എസ്റ്റാബ്ലിഷ് എ ന്യൂ ഓർഡർ കോൾഡ് ആനിമലിസം. അപ്പൊ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പുതിയ ഓർഡറിന്റെ പേരെന്താണ്? Animalism. However, power corrupts and the pigs, particularly the cunning Napoleon, gradually seized control. അപ്പോൾ നെപ്പോളിയൻ അവസാനം എന്ത് പറ്റും? നെപ്പോളിയൻ ആണ് അവസാനം ലീഡർഷിപ്പിലേക്ക് വരുന്നത്. അപ്പോൾ പുള്ളി ഒരു ഡിക്റ്റേറ്റർഷിപ്പ് റോളിലേക്ക് പോകും. ഓക്കെ, അതൊരു പിഗാണ്, നെപ്പോളിയൻ ഒരു പിഗാണ്. അപ്പം ഈ പിൽക്കിങ്ടണൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് നെപ്പോളിയൻ. പക്ഷെ ഈ നോവലിന്റെ അവസാനം ഈ പിൽക്കിങ്ടണുമായിട്ടാണ് നെപ്പോളിയൻ കാർഡ്സ് കളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ സെറ്റിംഗ് മാനർ ഫാം ആണ് കേട്ടോ. ഈ നോവലിന്റെ സെറ്റിംഗ് മാനർ ഫാം ആണ്. അപ്പം they manipulate the other animals through propaganda and fear, ultimately creating a totalitarian regime. അല്ലെ, ഒരു totalitarian regime ഉണ്ടാക്കും. And that mirrors the system they sought to overthrow. അപ്പൊ അവര് നശിപ്പിക്കാൻ ശ്രമിച്ച അതേ കാര്യം തന്നെ അവര് ബിൽഡ് ചെയ്തെടുക്കും. അവരൊരു ടൊട്ടാലിറ്റേറിയൻ റെജിം ഉണ്ടാക്കും. ദ ഫാം ബിക്കംസ് എ ഡിസ്റ്റോപ്പിയൻ സൊസൈറ്റി. ദാറ്റ് ഇസ് വൈ ദിസ് ഇസ് കോൾഡ് ഡിസ്റ്റോപ്പിയൻ നോവൽ. ഇതൊരു ഡിസ്റ്റോപ്പിയൻ സൊസൈറ്റിയാണ് കാണിക്കുന്നത്. വേർ ദ പിഗ്സ് ലിവിംഗ് ഇൻ ലക്ഷറി എക്സ്പ്ലോയിറ്റ് ദ വർക്കിംഗ് ആനിമൽസ്. അപ്പൊ പിഗ്സ് ആണ് ഇവിടെ അൾട്ടിമേറ്റ് ലീഡർഷിപ്പിലേക്ക് വരുന്നത്. അപ്പൊ ഈ ആനിമൽസ് they work day and night. പക്ഷെ ഈ പിഗ്സിനാണ് മൊത്തം ലക്ഷറി കിട്ടുന്നത്. മിസ്റ്റർ ഫ്രെഡറിക്. അപ്പം ഈ നമ്മൾ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ, അതിലെ ബാക്കി ഓപ്ഷൻസിൽ വരുന്ന ആൾക്കാരാണ് ആരൊക്കെ? മിസ്റ്റർ ഫ്രെഡറിക് എന്ന് പറയുന്നത് അതിന്റെ അടുത്തുള്ള ഒരു ഫാമിന്റെ ഓണറാണ്. ഓക്കെ, അപ്പൊ പുള്ളി ആ ഫാമിന്റെ പേരെന്താണ്? പിഞ്ച്ഫീൽഡ് ഫാം. ഓക്കെ, പിഞ്ച്ഫീൽഡ് ഫാം. ഓക്കെ, പിൽക്കിങ്ടൺ ഇസ് ദി ഓണർ ഓഫ് ഫോക്സ്വുഡ്. പിൽക്കിങ്ടൺ എന്ന് പറയുന്നത് ഫോക്സ്വുഡിന്റെ ഓണറാണ്. മിസ്റ്റർ ജോൺസ് എന്തിന്റെ ഓണറാണ്? മാനർ ഫാമിന്റെ ഓണറായിരുന്നു, എക്സ് ഓണറായിരുന്നു അല്ലേ? ഓക്കെ, അപ്പം ദാറ്റ് ഇസ് ആനിമൽ ഫാം. ഇനി 6th question, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ വില്ലേജ് നിയർ വുദറിംഗ് ഹൈറ്റ്സ്? ഓക്കെ, വുദറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ അടുത്തുള്ള വില്ലേജിന്റെ പേരെന്തായിരുന്നു? ഓക്കെ, ദി ഓപ്ഷൻ ഇസ് ഗിമ്മർട്ടൺ. ഓക്കെ, ഗിമ്മർട്ടൺ ആണ് ഓപ്ഷൻ വരുന്നത്. വുദറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? വുദറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്നത് ഇസ് ദ നെയിം ഓഫ് ദ നോവൽ ആൻഡ് ഇറ്റ് ഇസ് ദ നെയിം ഓഫ് ദ ഡ്വെല്ലിംഗ് ആസ് വെൽ. ഓക്കെ, അവിടുത്തെ ഡ്വെല്ലിംഗിന്റെ പേര് വുദറിംഗ് ഹൈറ്റ്സ് എന്നാണ്. നമുക്ക് വുദറിംഗ് ഹൈറ്റ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇറ്റ് വാസ് റിട്ടൺ ബൈ എമിലി ബ്രോണ്ട്. അല്ലെ, എമിലി ബ്രോണ്ട് ഏത് സൂഡോണിമിലാണ് എഴുതിയിട്ടുള്ളത്? LS ബെൽ എന്ന് പറയുന്ന സൂഡോണിമിലാണ് എമിലി ബ്രോണ്ട് എഴുതിയത്. 1847 എഴുതിയത്. എമിലി ബ്രോണ്ടിന്റെ ബാക്കി സിസ്റ്റേഴ്സ്, ബ്രോണ്ടെ സിസ്റ്റേഴ്സിന്റെ ബാക്കി സിസ്റ്റേഴ്സ് ഉണ്ട്. ഷാർലറ്റ് ഉണ്ട്, പിന്നെ ആരുള്ളത്? ഷാർലറ്റും ആൻ ബ്രോണ്ടും അല്ലെ. അപ്പൊ ഷാർലറ്റ് ബ്രോണ്ട് എഴുതിയത് ക്യൂറർ ബെൽ എന്ന് പറയുന്ന പേരിലും ആൻ ബ്രോണ്ട് എഴുതിയത് ആക്ടൺ ബെൽ എന്ന പേരിലുമാണ്, സൂഡോണിമിലുമാണ്. ഓക്കെ, ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് ദ tumultuous relationship between Heathcliff and Catherine Earnshaw to passionate and tormented souls. അപ്പം ഹീത്ത്ക്ലിഫ് എന്ന് പറയുന്നത് കാത്തറിൻ ഏൺഷോ എന്ന് പറയുന്നതിന്റെ റിലേഷൻഷിപ്പ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഹിൻലി ഉണ്ട്, ലിൻറ്റൺസ്, ഏൺഷോ, ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ദി ഏൺഷോസ് ലീവ് അറ്റ് വുദറിംഗ് ഹൈറ്റ്സ്. അപ്പം ഈ വുദറിംഗ് ഹൈറ്റ്സ് താമസിക്കുന്ന ആരാണ്? ഏൺഷോസ് ആണ് വുദറിംഗ് ഹൈറ്റ്സ് താമസിക്കുന്നത്. ലിങ്ടൺസ് താമസിക്കുന്നത് ത്രഷ് ക്രോസ് ഗ്രെയിൻസ്. ഈ 2 സ്ഥലങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് വുദറിംഗ് ഹൈറ്റ്സ് നോവൽ പഠിക്കുമ്പോൾ. 7th question, the essay on the rule of the road by A.G. Gardner is taken from the anthology. ഈ on the rule of the road എന്ന് പറയുന്ന essay by A.G. Gardner ഏത് ആന്തോളജിയിലാണ് എടുത്തിട്ടുള്ളത്? So options are Pebbles on the shore, Leaves in the wind, Windfalls, Pillars of the society. അപ്പം essay ആയതുകൊണ്ട് ഇതൊരു കളക്ഷനിലായിരിക്കും വരുന്നത്. പോയിംസും അതുപോലെ തന്നെയാണ് കളക്ഷനിലാണ് വരുന്നത്. അപ്പോൾ the option is option B, Leaves in the wind. Leaves in the wind എന്ന് പറയുന്ന essayയിലാണ് ഓൺ ദ റൂൾ ഓഫ് ദ റോഡ് എന്ന് പറയുന്ന എസ്സേ വരുന്നത്. ഓക്കെ,
അപ്പം ഈ റൂൾ ഓഫ് ദ റോഡിന് ഇതൊരു ഹ്യൂമറസ് എസ്സേ ആണ്. ഓക്കെ, ഇത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ലിബർട്ടി. ഒരാളുടെ ഇൻഡിവിജ്വൽ ലിബർട്ടിയും സോഷ്യൽ ലിബർട്ടി എവിടെ നിന്ന് തുടങ്ങുന്നു എവിടെ നിന്ന് അവസാനിക്കുന്നു എന്നാണ് ഈ എസ്സേ പറയുന്നത്. ആൽഫ ഓഫ് ദ പ്ലൗ എന്ന് പറയുന്ന സൂഡോണിമിലാണ് A.G. ഗാർഡനർ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1919 ഓക്കെ, 1919 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദ ട്രംപറ്റ് ക്ലബ് വാസ് പബ്ലിഷ്ഡ് ഇൻ, ട്രംപറ്റ് ക്ലബ് എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്തത് എന്നായിരുന്നു. ഓക്കെ, അപ്പം മന്ത് എല്ലാം സെയിം ആണ്, ഡേറ്റിൽ വ്യത്യാസമുണ്ട്, അതായത് ഡേറ്റ് നമ്പറിൽ വ്യത്യാസമുണ്ട്, ഇയറിലും കുറച്ച് വ്യത്യാസം. അതായത് 10ഉം 17, 11 കൊടുത്തിട്ടുള്ളൂ, അത് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ട്രംപറ്റ് ക്ലബ്ബ് പബ്ലിഷ് ചെയ്തത് എപ്പോഴായിരുന്നു? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി February 11, 17, 10 ആണ്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കാൻ ഇവിടെ 11 വരുമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ഇത് 10 ആണ്, അങ്ങനെ ഓർത്ത് വെക്കണം. ഓക്കെ, February 11, 17, 10 ട്രംപറ്റ് ക്ലബ്ബ് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, ട്രംപറ്റ് ക്ലബ് ഇസ് എൻ എസ്സേ ബൈ റിച്ചർഡ് സ്റ്റീൽ. ഓക്കെ, റിച്ചർഡ് സ്റ്റീൽ എഴുതിയ ഒരു എസ്സേ ആണ് ട്രംപറ്റ് ക്ലബ്. അത് ടാറ്റ്ലറിലാണ് വരുന്നത്, ടാറ്റ്ലർ എന്ന് പറയുന്ന മാഗസിനിലാണ് വരുന്നത്. ഇൻ ദി എസ്സേ ഐസക് ബിക്കർസ്റ്റാഫ് എന്ന് പറയുന്നതാണ് ഇതിനകത്തെ മെയിൻ ക്യാരക്ടർ. ഐസക് ബിക്കർസ്റ്റാഫ് ടീച്ചേഴ്സ് ജെന്നി ഡിസ്റ്റാഫ് ഹൗ ടു ട്രീറ്റ് ഹെർ ഹസ്ബൻഡ് ട്രാങ്ക്വിലസ് ബൈ ഷെയറിംഗ് ഹിസ് സിസ്റ്റേഴ്സ് മാരിറ്റൽ പ്രോബ്ലംസ്. ഓക്കെ, അപ്പം ജെന്നി ഡിസ്റ്റാഫിനോട് ട്രാങ്ക്വിലസ് എന്ന് പറയുന്ന ഹസ്ബൻഡിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഐസക് ബിക്കർസ്റ്റാഫ് പഠിപ്പിക്കുന്നതാണ് ഈ എസ്സേ. ഓക്കെ, എന്താണ് ട്രംപറ്റ് ക്ലബ് എന്ന് പറയുന്ന എസ്സേ. അത് ടാറ്റ്ലറിലാണ് വരുന്നത്, റിച്ചർഡ് സ്റ്റീലാണ് അത് എഴുതിയിട്ടുള്ളത്. 9th question, Bacon says that to spend too much of time for studies is dash. അപ്പം ഒരുപാട് സമയം പഠിത്തത്തിന് വേണ്ടി ചെലവഴിച്ച അതിനെ എന്തായിട്ടാണ് ബേക്കൺ കാണുന്നത്? എന്താണ് ബേക്കൺ അതിനെ വിളിക്കുന്നത്? ആൻസർ വരുന്നത് അഫക്റ്റേഷൻ ആണോ, അഫെക്ഷൻ ആണോ, സ്ലോത്ത് ആണോ, സ്റ്റുഡിയസ് ആണോ? എന്താണ് ആൻസർ വരുന്നത്? നമ്മളിത് പഠിച്ചതാണ്. സ്ലോത്തിഷ് നേച്ചർ ആണ് വരുന്നതെന്നാണ് പറഞ്ഞത്. ലേസി ആകും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരുപാട് നമ്മൾ പഠിക്കും, നമുക്കൊരു സ്ലോത്ത് ലൈക്ക് നേച്ചർ ഉണ്ടാകുമെന്നാണ് ബേക്കൺ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന എസ്സേയില് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് എ വെരി ഷോർട്ട് എസ്സേ. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് ദി ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ എസ്സേക്കകത്ത് പറയുന്ന കാര്യങ്ങൾ, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡീസ്. ഓക്കെ, പഠിക്കേണ്ടത് എന്തുകൊണ്ട് എന്ന് പറയുന്നതാ, പഠിക്കുന്നത് എന്തിനാണ് എന്ന്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് ഈ എസ്സേയിൽ പറയുന്നത്. 1597 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ബേക്കൺസ് എസ്സേ ഇല്ലസ്ട്രേറ്റ്സ് ദ റോൾ സ്റ്റഡീസ് പ്ലേ ഇൻ ആൻ ഇൻഡിവിജ്വൽസ് ഡെയിലി ലൈഫ്. ഒരാളുടെ ഡെയിലി ലൈഫിൽ സ്റ്റഡി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഫോർ ബേക്കൺ ദി സ്റ്റഡി ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ദി ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഇൻ പ്രാക്ടിക്കൽ ലൈഫ്. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് പഠിച്ചു എന്നുള്ളതിനുള്ള ഉദാഹരണം. ഓക്കെ, അതാണ് ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന എസ്സേയിൽ പറയുന്നത്. നിങ്ങൾ HSAക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ പ്രിപ്പയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ HSA ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ല മെന്റർഷിപ്പും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസും എല്ലാം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വേഗം സമയം കളയാതെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സ്ലോട്ട് ഉടനെ തന്നെ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് HSAക്കുള്ള പ്രിപ്പറേഷൻസ് വൈകാതെ തന്നെ തുടങ്ങുക. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. HSAയുടെ ഒരു മെയിൻ പോർഷൻ തന്നെയാണ് പ്രോസ് ആൻഡ് ഫിക്ഷൻ എന്ന് പറയുന്ന ഭാഗം. അപ്പം അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതെങ്ങനെ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ വായിച്ചു പോകണം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.